നിങ്ങൾ എന്നെ പോലെയാണോ? ഞാൻ പോവാണില്ല, ടൈമില്ല. നാളെ തൊട്ടെങ്കിലും നേരത്തെ എണീക്കുന്നു. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയി കഴിഞ്ഞ ശേഷവും ഞാൻ ഒരുപാടേറെ സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുക എന്നുള്ളത്. ചില ദിവസങ്ങളിൽ അത്രയ്ക്ക് സുഖമാണ് പുതച്ച് മൂടി ആ തണുപ്പത്ത് കിടന്നുറങ്ങുക എന്നുള്ളത്. ഇനിയെങ്കിലും നന്നാവണമെന്ന് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ട് 2 മണിക്ക് കിടന്നുറങ്ങും. രാവിലെ എണീക്കുകയില്ല. അല്ല, നേരത്തെ കിടന്നുറങ്ങി, ഫോണൊക്കെ നേരത്തെ മാറ്റി വെച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങി. ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിനപ്പുറം നമുക്ക് ആ ഉത്സവം കാണില്ല. എണീക്കാനുള്ള മോട്ടിവേഷൻ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സോ കൺസിസ്റ്റൻ്റായി എങ്ങനെ നേരത്തെ എണീക്കാം എന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് മൈ 5 സിമ്പിൾ ടിപ്സ്. ബട്ട് എന്നെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഞാനിപ്പോഴും ചില ദിവസങ്ങളിൽ എൻ്റെ ബെഡിൽ നിന്ന് എണീക്കാൻ കുറച്ചേറെ കഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ 5 ടിപ്സ് എന്നെ ഒരു ബെറ്റർ മോർണിംഗ് പേഴ്സൺ ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇപ്പോൾ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് രാവിലെ തന്നെ ക്രിയേറ്റീവ് ആവാനും എക്സസൈസ് ചെയ്യാനും ഗ്രൂം ചെയ്യാനും ഒക്കെ. മൈ ഫസ്റ്റ് പോയിന്റ് ഈസ് ഫൈൻഡ് യുവർ റീസൺ. ചുമ്മാ രാവിലെ എണീക്കണം എന്ന് തീരുമാനിച്ചാൽ പോരാ, എന്തിനെണീക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതെന്തോ ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീച്ചിട്ട് ഓഫീസിലോ കോളേജിലോ പോകണമെന്നുള്ളതാവാം, കൂടുതൽ പ്രൊഡക്റ്റീവായി ഇരിക്കണം എന്നുള്ളതാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ട് ചെയ്യാനും എൻ്റെ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് എഴുതാനും റിസർച്ച് വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഞാൻ എണീക്കാറ്. അതാണ് എൻ്റെ എണീക്കാനുള്ള എൻ്റെ റീസണും മോട്ടിവേഷനും. സോ നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ആ റീസൺ അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്തായിരിക്കണം എന്നുള്ളത് രാവിലെ എണീക്കാനായിട്ട്. മൈ സെക്കൻഡ് പോയിന്റ് ഈസ് ഡോണ്ട് യൂസ് യുവർ ഫോൺ ആസ് ആൻ അലാം ക്ലോക്ക്. ഒരിക്കലും നിങ്ങളുടെ ഫോൺ ഒരു അലാം ക്ലോക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഫോൺ കയ്യിലെടുത്ത് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾ എന്തിനാ രാവിലെ എണീറ്റേ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും. അതൊരു വലിയ ഡിസ്ട്രാക്ഷനാണ്. എണീറ്റ ഉടനെ സോഷ്യൽ മീഡിയ, മെസ്സേജസ് ഓർ വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കി കിടന്നാൽ നിങ്ങൾ ബെഡിൽ തന്നെ കിടന്നു പോകും. സോ ഫോൺ ബെഡിൽ നിന്ന് ദൂരെ മാറ്റി വയ്ക്കുക ആൻഡ് ഇൻവെസ്റ്റ് ഇൻ എ സിമ്പിൾ അലാം ക്ലോക്ക്. എന്നെ വിശ്വസിക്കുക, അതൊരു ഒരുപാടേറെ ചേഞ്ച് ഉണ്ടാക്കും നിങ്ങളുടെ ലൈഫ്. ആൻഡ് ആ അലാം നിങ്ങളുടെ ബെഡിനടുത്ത് നിന്ന് കുറച്ച് ദൂരെ മാറ്റി വയ്ക്കാം. അവിടെ ഒരു ഗ്ലാസ് വെള്ളം തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കാം. എണീറ്റ് അലാം സ്റ്റോപ്പ് ചെയ്ത ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. സോ നിങ്ങളുടെ തിരിച്ച് ബെഡിൽ പോകാനുള്ള ആ തോന്നൽ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാകും. മൈ തേർഡ് പോയിന്റ് ഈസ് വേക്കപ്പ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. എന്നും രാവിലെ ഒരു സമയത്ത് തന്നെ എണീക്കുക, ഈവൻ ഓൺ വീക്കെൻഡ്സ്. നമ്മുടെ ബോഡിയിൽ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്. എന്നും ഒരേ സമയത്ത് നമ്മൾ എണീറ്റ് കൺസിസ്റ്റൻ്റ് ആയാൽ അത് ഹാപ്പി ആയാൽ എണീക്കുന്ന ടൈം മുതൽ നമുക്ക് ഒരുപാടേറെ എനർജി കിട്ടും. നമ്മൾ എണീക്കുന്ന ടൈം എപ്പോഴും വേരി ചെയ്ത് നമ്മുടെ ഇൻറ്റേർണൽ ക്ലോക്കിനെ കൺഫ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ടയർഡായിട്ട് നമുക്ക് തോന്നുന്നത്. മൈ ഫോർത്ത് പോയിന്റ് ഈസ് അവോയ്ഡ് മൾട്ടിപ്പിൾ അലാംസ്. അഥവാ ഞാൻ ഉറങ്ങിപ്പോയാലെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് മൾട്ടിപ്പിൾ അലാംസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. 6 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് 5:45, 5:50, 5:55 അങ്ങനെ ഒരു വലിയ അലാം ലിസ്റ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. ബട്ട് അത് നമുക്കൊരു എക്സ്ക്യൂസ് മാത്രമാണ്. സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്ത് ബെഡിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ സ്നൂസ് ചെയ്ത് കിടന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഇല്ല. സോ നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യുക, ഫസ്റ്റ് അലാമിൽ തന്നെ എണീക്കാനായിട്ട്. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ മുതൽ ശ്രമിക്കുക. മൈ ഫിഫ്ത്ത് പോയിന്റ് ഈസ് പ്രിപ്പയർ ദ നൈറ്റ് ബിഫോർ. എൻ്റെ അവസാനത്തെ പോയിൻ്റാണിതെങ്കിലും ഒരു ബോണസ് പോയിൻ്റ് കൂടി വരുന്നുണ്ട്, അതുകൂടെ കേട്ടിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ 5ാമത്തെ പോയിൻ്റ് പറയാം. പ്രിപ്പയർ ദ നൈറ്റ് ബിഫോർ. രാവിലെ എണീക്കാനായിട്ട് തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യുക. ജിമ്മിൽ പോകാനാണ് നിങ്ങൾ രാവിലെ എണീക്കുന്നതെങ്കിൽ ജിം ഡ്രസ്, യോഗ മാറ്റ്, ഷൂസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുക വഴി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്യൂസസ് അല്ലെങ്കിൽ രാവിലെയുള്ള ഡിലേസ് എല്ലാം ഒഴിവാക്കാനാകും. സോ ആ ചെറിയ പ്രിപ്പറേഷൻ നിങ്ങളുടെ മോർണിംഗിനെ ഒരുപാട് സ്മൂത്തറാക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ ബോണസ് പോയിന്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. ഡോണ്ട് സ്കിപ്പ് 2 days in a row. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത വേക്കപ്പ് ടൈമിൽ ഒരു ദിവസം നമുക്ക് എണീക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ എണീക്കാൻ നോക്കുക. ഇത് നോർമലാണ്. കാര്യം ചിലപ്പോൾ നമുക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നാം, ഭയങ്കര ടയർഡായിരിക്കും, അല്ലെങ്കിൽ സുഖമില്ലായിരിക്കും. സോ അത്തരം ഡേയ്സ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എണീക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അടുത്ത ദിവസം നമ്മൾ ട്രാക്കിൽ കയറേണ്ടത് വളരെ ക്രൂഷ്യലാണ്. ഒരു ദിവസം നമ്മൾ എണീറ്റില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ തുടർച്ചയായ 2 ദിവസം നമ്മൾ എണീറ്റില്ലെങ്കിൽ നമ്മൾ അത്രയും നാൾ ചെയ്ത നമ്മുടെ ആ പ്രോഗ്രസ് അവിടെ തീരും. പിന്നീടുള്ള ദിവസങ്ങളൊന്നും നമ്മൾ അറിയാതെ അവിടെ പോയി കിടന്നുറങ്ങും. ലേറ്റായി എണീക്കുന്ന നമ്മുടെ പുതിയ ആ ഒരു ടൈമിൽ ചിലപ്പോൾ 8 മണിയാവാം, 8:30 ആവാം.
അത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ പുതിയ വേക്കപ്പ് ടൈമായിട്ട് വിചാരിക്കും. സോ നമ്മൾ എല്ലാ ദിവസവും ലേറ്റ് ആവും. ആൻഡ് അവസാനത്തെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾ രാത്രി 10 മണിക്ക് ശേഷമാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് രാവിലെ 7 മണിക്ക് മുന്നേ എണീക്കാനും പ്ലാനുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ മോട്ടിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫോൺ ലോക്ക് ചെയ്ത് വയ്ക്കുക ആൻഡ് ഉറങ്ങാൻ പോവുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.